ഒരു ദിവസം പതിവ് പോലെ വിവേക് ഫുട്ബോൾ കളിക്കാൻ. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വിവേക് കുഴഞ്ഞു വീഴുകയാണ്. ഒരു നെഞ്ചുവേദനയില്ല, ഒരു മുന്നറിയിപ്പുമില്ല. വിവേക് മരണത്തിലേക്ക് പോവാണെന്നുള്ളൊരു വാണിംഗ് കിട്ടി. പക്ഷേ ഈ ടെസ്റ്റുകൾ എന്തോ ഒന്ന് മിസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഡോക്ടർക്കും കണ്ടെത്താനായിട്ടില്ല. അതിന്റെ റിപ്പോർട്ട് കയ്യിൽ കിട്ടി. ഞാൻ ആ റിപ്പോർട്ട് നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. വിവേകിന്റെ കഥ ഒറ്റപ്പെട്ടതല്ല. എല്ലാ വർഷവും കേരളത്തിൽ 10,000-കണക്കിന് ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇതിന്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം ഹൃദയത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന കറകളാണ്. അങ്ങനെ അവസാനം നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. പക്ഷേ ഇത് വിവേക് എന്നൊരു ചെറുപ്പക്കാരന്റെ യഥാർത്ഥ കഥയാണ്. വിവേക് വളരെ ചെറുപ്പമാണ്, വളരെ ആരോഗ്യവാനാണ്, ഫിറ്റാണ്, ഒരു ടെൻഷനും ഇല്ലാത്ത ജീവിതമാണ്. പക്ഷേ ഒരു ദിവസം വിവേകിന് അവന്റെ ഹൃദയം ചതിക്കുകയാണ്. അതും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. വിവേകിന്റെ ഒരു സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ 6 മാസം കൂടുമ്പോഴും ഹാർട്ട് ചെക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഡോക്ടർമാരൊക്കെ പറഞ്ഞത് വിവേകിന് ഹാർട്ടിൽ യാതൊരു പ്രശ്നവുമില്ല, ഫുൾ ഫിറ്റ് ആണെന്നാണ്. പക്ഷേ ഒരു ഡോക്ടറും മനസ്സിലാക്കാത്ത ഒരു സംഭവം വിവേകിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അത് മുഴുവനായിട്ടും ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഹൃദയത്തിന്റെ പ്രശ്നമായിരുന്നു. പക്ഷേ അതിന്റെ റിസ്ക് വളരെ കൂടുതലായിരുന്നു. വലിയ ആശുപത്രികളിൽ ചെന്നിട്ട് ഹാർട്ട് ചെക്കപ്പ് ചെയ്തിട്ട് പോലും ഈ റിസ്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരു പ്രശ്നമായിരുന്നു വിവേകിനുണ്ടായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ വിവേക് ഫുട്ബോൾ കളിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വിവേക് കുഴഞ്ഞു വീഴുകയാണ്. ഒരു നെഞ്ചുവേദനയില്ല, ഒരു മുന്നറിയിപ്പുമില്ല. എന്നിട്ടും വിവേക് കുഴഞ്ഞു വീണു, ശരീരമാകെ വിയർത്തു. കണ്ടു നിന്നവർക്കെല്ലാം വിവേക് മരണത്തിലേക്ക് പോവാണെന്നുള്ളൊരു വാണിംഗ് കിട്ടി. എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലാത്തൊരു ചെറുപ്പക്കാരൻ, ഹൃദയത്തിന്റെ ടെസ്റ്റുകളിലൊന്നും ഒരു അസുഖമില്ലാത്തൊരു വ്യക്തി, ആ ഹൃദയം നിന്നു പോവാണ് ഒരു കാരണവുമില്ലാതെ. സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ വിവേകിനെ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടേഴ്സ് എല്ലാം പെട്ടെന്ന് വിവേകിന്റെ ഹാർട്ടിന്റെ ചികിത്സ കൊടുത്തു. ഭാഗ്യത്തിന് വിവേകിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് തിരിച്ചു കൊണ്ടുവരാൻ ഡോക്ടർമാർക്ക് സാധിച്ചു. പക്ഷേ എല്ലാവരുടെ മനസ്സിലൊരു ചോദ്യം ബാക്കിയായി. എന്തുകൊണ്ട് വിവേകിന് ഇത് സംഭവിച്ചു? മുമ്പ് കാണിച്ചിരുന്ന എല്ലാ ഡോക്ടർമാരും പറഞ്ഞിരുന്നത് വിവേകിന്റെ ഹൃദയത്തിൽ ഒരു കുഴപ്പമില്ല, ഒരു അസുഖമില്ല, ടെസ്റ്റുകളൊക്കെ നോർമൽ എന്നാണ്. പക്ഷേ ഈ ടെസ്റ്റുകൾ എന്തോ ഒന്ന് മിസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഡോക്ടർക്കും കണ്ടെത്താനായിട്ടില്ല. ഹൃദയത്തിന്റെ മിടിപ്പ് നോക്കുന്ന ECG നോർമലാണ്. ഹൃദയത്തിലെ വാൽവ്, പമ്പിങ് എല്ലാം നോക്കുന്ന എക്കോ ടെസ്റ്റ് നോർമലാണ്. ഹൃദയത്തിനകത്ത് ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ത്രെഡ്മിൽ ടെസ്റ്റ് നോർമലാണ്. എന്തുകൊണ്ട് ഈ ടെസ്റ്റുകളിലൊന്നും ഇത് കാണുന്നില്ല? ഇത്രയും ചെറുപ്പത്തിൽ വിവേകിന് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? നമ്മൾ സാധാരണ ചെയ്യുന്ന ഹാർട്ടിന്റെ ടെസ്റ്റുകളിൽ പലപ്പോഴും പുറമേയുള്ള അസുഖങ്ങൾ മാത്രമേ കണ്ടെത്തുള്ളൂ. പക്ഷെ വിവേകിന്റെ അസുഖം ഹൃദയത്തിന്റെ വളരെ ഉള്ളിലുള്ള ഒരു പ്രശ്നമായിരുന്നു. അത് ഒരു സാധാരണ ടെസ്റ്റിലും ഒരിക്കലും കണ്ടെത്താൻ പറ്റാത്തതാണ്. ഞാൻ വിവേകിനോട് പറഞ്ഞു, വിവേക്, ഒരു ടെസ്റ്റ് കൂടെ നമുക്ക് ബാക്കിയുണ്ട്. ആ ടെസ്റ്റിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആ ടെസ്റ്റിലൂടെ വിവേകിന്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിന്റെ പേരാണ് LGE MRI സ്കാൻ എന്ന് വെച്ചാൽ ലേറ്റ് ഗഡോലീനിയം എൻഹാൻസിങ് MRI സ്കാൻ. ഈ ടെസ്റ്റ് വളരെ പവർഫുൾ ആണ്. ഹൃദയത്തിനകത്ത് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചെറിയ കറകൾ പോലും ഈ ടെസ്റ്റിലൂടെ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ചോദ്യം ഇതാണ്, ഈ ടെസ്റ്റ് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം, പക്ഷേ വിവേകിന്റെ പ്രശ്നം ഈ ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ എല്ലാ ഡോക്ടർമാർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം വിവേകിൻ്റെത് ഈ LGE MRIക്ക് കണ്ടെത്താൻ പറ്റുമോ ഇല്ലയോ, അതാണ് ചോദ്യം. അങ്ങനെ MRI സ്കാൻ എടുത്തു. അതിന്റെ റിപ്പോർട്ട് കയ്യിൽ കിട്ടി. ഞാൻ ആ റിപ്പോർട്ട് നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. വിവേകിന്റെ ഹൃദയത്തിന്റെ പല ഭാഗങ്ങളിലും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്പോട്ടുകൾ കാണാം. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കറകൾ, സ്കാറുകൾ ഹൃദയത്തിനകത്ത് മൊത്തം വിവേകിനുണ്ട്. ഈ കറകൾ ഹൃദയത്തിനകത്ത് വന്നാൽ മണ്ണിനടിയിൽ കുഴിച്ചിട്ട ബോംബ് പോലെയാണ്. ഏത് സമയത്തും അത് പൊട്ടിത്തെറിക്കാം. വേറൊരു ടെസ്റ്റിലും കാണാത്തത് MRI സ്കാനിൽ കൃത്യമായിട്ട് കാണാൻ സാധിച്ചു. അങ്ങനെ അവസാനം നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. പക്ഷേ ഇപ്പോഴും ഒരു കാര്യം ബാക്കിയാണ്. ഈ ടെസ്റ്റ് റിപ്പോർട്ട് മാത്രം മതിയോ നമുക്ക് വിവേകിനെ രക്ഷിക്കാൻ സാധിക്കുമോ? ബാക്കി സ്കാനുകളിൽ നിന്നും LGE MRI സ്കാനിനെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ്? ഇതിനകത്ത് നമ്മളൊരു സ്പെഷ്യൽ കോൺട്രാസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവഴി ഹൃദയത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കറകൾ, മറ്റു ടെസ്റ്റുകളിൽ കാണാത്ത കറകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ്. ഈ കറകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തിനകത്ത് നമ്മൾ അറിയാതെ ഒരുപാട് ഡാമേജ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പഠനങ്ങൾ കാണിക്കുന്നത് ഇതുപോലുള്ള കൊച്ചു കൊച്ചു കറകൾ ഹൃദയത്തിലുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ മിടിപ്പ് താളം തെറ്റാനും കുഴഞ്ഞു വീണുള്ള മരണം സംഭവിക്കാനും 60 മുതൽ 70 വരെ ശതമാനം സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഭാവിയിൽ കുഴഞ്ഞു വീണ് മരിക്കാൻ
വിവേകിനുള്ള സാധ്യത 70%. വിവേകിന്റെ ഹൃദയം ഒരു ടൈം ബോംബാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ വിവേകിന് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സാ പ്ലാൻ പറഞ്ഞോളൂ. ഹൃദയത്തിന്റെ മിടിപ്പ് താളം തെറ്റാതിരിക്കാനുള്ള മരുന്നുകൾ, ഹാർട്ട് സ്റ്റേബിൾ ആക്കാനുള്ള മരുന്നുകൾ, ജീവിതശൈലിയിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത്, ഇതിന്റെ തുടർ സ്കാനിങ്ങുകൾ ചെയ്യേണ്ടത്, ഇതെല്ലാം ഞാൻ വിവേകിന് പറഞ്ഞു. വിവേകിനെ സംബന്ധിച്ചിടത്തോളം ഇനി ടെൻഷന്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ഒളിഞ്ഞു കിടക്കുന്ന അസുഖം ഇപ്പോൾ എക്സ്പോസ്ഡ് ആണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി കൃത്യമായ ചികിത്സ എടുത്താൽ വിവേക് സേഫാണ്. വിവേകിന്റെ കഥ ഒറ്റപ്പെട്ടതല്ല. എല്ലാ വർഷവും കേരളത്തിൽ 10,000-കണക്കിന് ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇതിന്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം ഹൃദയത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന കറകളാണ്, മൈക്രോ സ്കാറുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറുപ്രായത്തിൽ കുഴഞ്ഞു വീണുള്ള മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാമിലി കാർഡിയാക് റിസ്ക് നമുക്കുണ്ട്. അങ്ങനെയുള്ളവരും അതുപോലെ നമുക്ക് എന്താണെന്ന് പറയാൻ കൃത്യമായി സാധിക്കാത്ത നെഞ്ചിലെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും LG MRI സ്കാൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. LG സ്കാൻ ഒരു ടെസ്റ്റ് മാത്രമല്ല, അതൊരു ജീവൻ രക്ഷാ മാർഗം കൂടെയാണ്. അതൊരു മാപ്പാണ്. ഒളിഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള ഒരു ഗൂഗിൾ മാപ്പ് പോലെയാണ്. ഇതിലൂടെ നമുക്ക് ഒരുപാട് മരണങ്ങൾ തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. പുതിയ പുതിയ അറിവുകളിലൂടെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ സേഫ് ആക്കിയിട്ട് വെക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.